കണ്ടില്ലേ സുധേ, നിന്റെ മോള് കാണിച്ചു കൂട്ടുന്നതൊക്കെ? ഇവള് ജനിച്ചപ്പോ നീ പറഞ്ഞില്ലേ മഹാലക്ഷ്മിയാ ജനിച്ചതെന്ന്? ഇപ്പൊ അവള് എന്റെ വിശ്വാസം വരില്ലാതാക്കി കളഞ്ഞ ഭദ്രകാളിയായിപ്പോയി. ഇവിടെയുള്ളവര് നമുക്ക് കാണപ്പെട്ട ദൈവങ്ങളാ. ദൈവങ്ങളെ ദൂരെ നിന്ന് തൊഴാനേ പാടുള്ളൂ. അടുത്തേക്ക് പോകാൻ പോലും ആഗ്രഹിക്കുന്നത് തെറ്റാ. ഇവളെന്താ സുധ ഇങ്ങനെ നന്ദി കെട്ടോളായിപ്പോയത്? ഇവള് നമുക്ക് പറഞ്ഞ മോള് തന്നെയാണോ എനിക്ക് സംശയം. ദാസിനൊരു നിയമമുണ്ട്. മാനം പോകുന്നതിന് മുമ്പ് ജീവൻ പോകണം. മാനം പോയിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇനി ഈ അച്ഛന് ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ഇല്ലെങ്കിൽ അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അച്ഛൻ്റെയും കൂടി ഫോട്ടോ കാണേണ്ടി വരും എൻ്റെ മക്കൾക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എന്തു ആകാം. ചോദിക്കാനും ശിക്ഷിക്കാനും ആരും വരില്ല. ആരും. അച്ഛൻ പറയും, കേൾക്കാൻ ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരും അറിയാതെ നമ്മൾ പോവുകയാണ്. എവിടേക്കാണെന്നോ എങ്ങോട്ടാണെന്നോ തൽക്കാലം ഒരു കുഞ്ഞും അറിയാൻ പാടില്ല. രണ്ടാളും ഉടൻ റെഡിയാവണം. ഉടൻ.
ചെമ്പരത്തി പെണ്ണെ. എനിക്കിവിടെ നിന്നോടൊപ്പം കഴിയാനുള്ള ഭാഗ്യമില്ല. ജീവിതത്തിലെല്ലാം മോഹിക്കാൻ മാത്രമാ കല്യാണിയുടെ യോഗം. സ്വന്തമാക്കാനുള്ള യോഗം ദൈവം തരുന്നില്ല. പോവാ ഞാൻ. ഇനി ഇവിടെ ഈ തൃച്ചമ്പരത്തേക്ക് ഒരു തിരിച്ചുവരവ് കല്യാണിക്കില്ല. പോയിട്ട് വരാന്നല്ല, പോവാന്ന് മാത്രമേ പറയാനുള്ളൂ. പോവുക, ഇനി വരില്ല. എപ്പോഴമ്മേ? നോ നോ നോ, ഞങ്ങൾ ഉറപ്പായിട്ടും എത്തും. അമ്മ പറഞ്ഞേക്കേ. ആ, ഞാനിവിടെ ഹാളിൽ നിന്ന് സംസാരിക്കാം. അമ്മയും അച്ഛനും വരാത്തെന്താന്ന് ആന്റി ഇന്നലെയും ചോദിച്ചു. ശരി അമ്മ, പറഞ്ഞേക്കാം. ഏതായാലും വൈകിട്ട് അമ്മ ആന്റി ഒന്ന് വിളിച്ചേക്കേ. ഓക്കെ. ഇല്ല, കഴിച്ചില്ല. ആന്റി വരട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ശരി അമ്മ. ആരാ നന്ദിനി? അമ്മ ആന്റി, അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളുടെ കല്യാണം നാളെ. ഓ ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോളെ. അരവിന്ദ് എഴുന്നേറ്റില്ലേ ഇതുവരെ? ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ അറിഞ്ഞില്ലല്ലേ, ഞാൻ എന്റെ റൂട്ടീൻ അങ്ങോട്ട് മാറ്റി. ഇന്ന് മുതലേ ഈ അരവിന്ദ് കൃഷ്ണൻ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ അവതരിക്കൂ. ഓ പറ്റുമെങ്കിൽ ഇനി ഒന്ന് അമ്പലത്തിലും പോണം. അല്ല, ആർക്കെങ്കിലും അക്കമ്പനി ചെയ്യണമെങ്കിൽ ആവാട്ടോ. കൃഷ്ണേട്ടാ, പുറത്തൊന്ന് പോയി നോക്കിട്ട് വരൂ. വെള്ളക്കാക്ക മലർന്നെങ്ങാനും പറക്കുന്നുണ്ടോ അവിടെന്ന്? അതെ, വേണ്ട കേട്ടോ. പുറത്ത് കാക്ക മലർന്നും പറക്കുന്നില്ല, അകത്ത് കുതിരയ്ക്ക് കൊമ്പും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ സത്യോ.
ഇനി ബ്രോ വന്നിട്ട് വേണം ഒന്ന് ഓഫീസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ. അല്ല ബ്രോ വിളിച്ചിരുന്നു അമ്മേ? വിളിച്ചിരുന്നു. സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്നാ വിളിച്ചത്. ഇന്നെത്തും. ആ ആ അഖിലേ, നല്ല വിശപ്പ്, നമുക്ക് ടിഫിൻ കഴിച്ചാലോ? അതെ അച്ഛാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇത് ജിമ്മിൽ ഹെവി വർക്കൗട്ടായിരുന്നു. അതിനെന്താ കഴിച്ചോളേ. കല്യാണി ടിഫിൻ റെഡിയല്ലേ? കല്യാണി കല്യാണി കണ്ടില്ലേ ചേച്ചി ഇവിടെ കിടന്ന് വിളിച്ചിട്ട് അവക്ക് വല്ല അനക്കവും ഉണ്ടോന്ന്. ഓ ഇതൊക്കെ കാണുമ്പോഴാ എനിക്ക്. മതി വിലാസിനി, പാസ്പോർട്ട് കളഞ്ഞു പോയതിൽ കല്യാണി വളരെ അപ്സെറ്റ് ആയിരുന്നു. ഇനി ഇന്ന് ജോലിക്ക് വന്നോന്നു എന്റെ സംശയം. രാവിലെ പതിവുള്ള ഗ്രീൻ ടീ കിട്ടിയില്ല, അതുകൊണ്ടാ. അതെ, രാവിലെ ഞാനും കണ്ടില്ല കല്യാണി. മാഡം, ആ ഷെഫീഖോ കേറുവാ. മാഡം, ദാസേട്ടൻ ഔട്ട് ഹൗസിന്റെ താക്കോലും പ്രമാണവും യൂണിഫോമും ഒക്കെ എന്റെ ടേബിളിൽ വെച്ചിട്ട് മക്കളെയും കുട്ടി എങ്ങോട്ടോ പോയി. വാട്ട്? ഷെഫിക്ക് എന്തൊക്കെയായി പറയുന്നത്? ദാസ് പോയെന്നോ? എങ്ങോട്ട്? ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ഔട്ട് ഹൗസിന്റെ പ്രമാണവും താക്കോലും ഒക്കെ എന്റെ ടേബിളിൽ വെച്ചിട്ടാ ദാസേട്ടനും മക്കളും പോയത്. ഞാൻ ഔട്ട് ഹൗസിൽ കയറി നോക്കി, അവിടെ ഇങ്ങ് ആരുമില്ല. രക്ഷപ്പെട്ടു, പോയി തുലഞ്ഞല്ലോ. എന്ത് വിവരക്കെടാ ഷെഫിക്ക് ഈ പറയുന്നേ? ഒരു കുടുംബം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കാര്യം ഇപ്പോഴാണ് ഇവിടെ അറിയിക്കുന്നത്. കുഞ്ഞെ, അത് ഒരതുമില്ല. ദാസേട്ടൻ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയപ്പോ എവിടെ പോകുന്നു എന്ന് പോലും ചോദിക്കാത്ത എന്താ? സോറി മാഡം, എനിക്ക് ഇന്നലെ രാത്രി നല്ല തലവേദനയായിരുന്നു. ഗുളിക കഴിച്ച് ഞാനൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴാ ദാസേട്ടൻ. മതി മതി മതി, ഡ്യൂട്ടി സമയത്തിരുന്ന് ഉറങ്ങിയിരിക്കുന്നു. ഇവനെയൊക്കെ ഒരു നിമിഷം ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക് ചേച്ചി. വിലാസിനെ, നീ കുറച്ചു നേരം ഒന്ന് വായടച്ച് നിക്ക് പ്ലീസ്. അരവിന്ദേ, ആ അമ്മേ. നീ പോയി ആ CCTV ക്യാമറ ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എന്താ സംഭവിച്ചെന്നറിയാലോ. ശരി അമ്മേ. ആ കൃഷ്ണേട്ടാ, ദാസേട്ടൻ ഒരു റീസണും ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാറില്ല. ഏതൊരു കാര്യവും നമ്മളോട് അനുവാദം വാങ്ങിച്ചേ ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ? അതാ അഖിലേ എനിക്ക് മനസ്സിലാവാത്തത്. ഇറ്റ്സ് സ്ട്രേഞ്ച്. എന്തോ എവിടെയോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മേ, അച്ഛ, ദേ ദേ ഇതൊന്ന് നോക്കി. ദേ
ഫുട്ടേജിലെ ടൈമിംഗ് അർദ്ധരാത്രി 1 മണിക്ക് വീട് വിട്ട് പോകുന്നതായിട്ടാ. ഇങ്ങനെ ആരോടും പറയാതെ പ്രായപൂർത്തിയായ ഒരു മോളെയും കൊണ്ട് അസമയത്ത് ദാസേട്ടൻ ഈ വീട് വിട്ട് പോകണമെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ ഒരു കാരണം ഉണ്ടാവും. മനസ്സിന് മുറിവേൽക്കുന്ന കാരണം. വിലാസിനെ, ആ, അയ്യോ ചേച്ചി, ഞാനൊന്നും പറഞ്ഞില്ല. ചേച്ചി വെറുതെ എന്നെ സംശയിക്കരുത്. സംശയിക്കും. കൃഷ്ണേട്ടനോടും എന്നോടും ഒരു വാക്ക് പോലും പറയാതെ ദാസേട്ടൻ ഈ വീട് വിട്ട് പോണമെങ്കിൽ അതിന് പിന്നിൽ നീ കാണും, തീർച്ചയാ. പറ, നീ എന്തു പറഞ്ഞ ആ പാവപ്പെട്ട മനുഷ്യനെ രാഖി രാമാനം ഇവിടുന്ന് ഓടിച്ചു വിട്ടത്? എനിക്കറിയണോ അതിപ്പോ? ചെൽമി. അയ്യോ ചേച്ചി, ഒരിക്കലും ഇല്ല. ഈ കാര്യത്തിൽ എന്നെ വെറുതെ സംശയിക്കുക. എന്റെ മക്കളാണ്, ഞാനാണ് സത്യം. ഞാൻ ദാസേട്ടനെയോ കല്യാണിയോ ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കല്യാണിയുടെ കാര്യമാണെങ്കിൽ ഇന്നലെ ചേച്ചിയും ശിവരാമേട്ടനും ഒക്കെ ഉള്ളപ്പോഴാ അവസാനമായിട്ട് ഞാൻ കല്യാണിയെ കണ്ടത്. പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നെ വിശ്വസിക്ക് ചേച്ചി, പ്ലീസ്. അരവിന്ദേ, ദാസേട്ടനെയും കല്യാണിയെയും അനിയൻകുട്ടനെയും എവിടെയുണ്ടെങ്കിലും കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. നീ ഒറ്റയ്ക്ക് പോണ്ട, നന്ദനെയും കൂട്ടിക്കോ. നിനക്കൊരു ഹെൽപ്പ് ആവോ അവള്? ശരി അമ്മ. നന്ദനെ വാ. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ദാസേട്ടൻ തിരികെ വരുമ്പോ അവരീ വീട് വിട്ടു പോയതിന് പിന്നിൽ നീയാണെന്നെങ്ങാനും അറിഞ്ഞ അപ്പോഴേ ഇറങ്ങിക്കോണം, കൂടും കുടുക്കിയെടുത്ത്. ഇപ്പോഴേ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാലും എവിടെ പോയി തൊലഞ്ഞു ഈ നാശങ്ങള്? ഇത് കൊറേ നേരമല്ല അച്ഛാ, ഇനി നടക്കണോ? ഇതേതാ സ്ഥലം? സ്ഥലം ഏതായാലും നിൽക്കുന്നതാ. ഇനി മുതൽ ഇതാ നമ്മുടെ നാട്. എന്താ വിളിച്ചു നോക്കുന്നേ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. നമ്മൾ ഇനി തൃച്ചംബരത്തേക്ക് മടങ്ങില്ല. ഇനി മുതൽ നമ്മൾ എവിടെയാ താമസിക്കാൻ പോകുന്നത്? ഈ നാട്ടിൽ. തൃച്ചംബരം വിടാൻ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തം നാട്ടിലേക്ക് പോയാൽ പോരായിരുന്നോ? പോരായിരുന്നു. നമ്മൾ നാട്ടിലെത്തുന്നതിന് മുമ്പേ തൃച്ചംബരത്തിന് അന്വേഷിച്ച ആളെത്തും. അതെനിക്ക് മാത്രമല്ല, നിനക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ അങ്ങോട്ട് പറയാം. ഇനിയും എന്നെങ്കിലും തൃച്ചംബരത്ത് കുടിയിരിക്കാന്നുള്ള വിചാരം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കും. അതെന്റെ മോളുടെ വെറും പാഴ്മോഹം മാത്രമാണ്, നടക്കില്ലത്. എന്തിനാ അച്ഛ ചേച്ചി ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ കുറ്റപ്പെടുത്തുന്നത്? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതല്ലേ?
ഇവള് ചെയ്ത തെറ്റിന് കുറ്റപ്പെടുത്തല്ല, കൊന്നുകളയാ വേണ്ടേ. നാശം പിടിച്ച ജന്മം. 25 കൊല്ലം വിശ്വസ്തയോടെ ജോലി ചെയ്ത വീട്ടിൽ നിന്ന് ഒരു യാത്ര പോലും പറയാതെ രായ്ക്ക് രാമാനം ഒരു കള്ളനെ പോലെ ഇറങ്ങേണ്ടി വന്നു എനിക്ക്. എല്ലാം ഒരൊറ്റ ഒരുത്തി കാരണ ഇവള്. എന്റെയും നിന്റെയും ജീവിതം നശിപ്പിക്കുന്ന ഈ ഒറ്റ ഒരുത്തി കാരണം.